എന്താ സുധേ, ഞാൻ പറഞ്ഞതല്ലേ, ഇനി ഈ മുഖം കണ്ട കുട്ടിക്ക് സംശയമാകും. തൽക്കാലം ഇപ്പോഴൊന്നും പറയണ്ട അവളോട്. പരീക്ഷയല്ലേ, എന്താ വേണ്ടതെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. കൃഷ്ണേട്ടൻ ഉറങ്ങിയോ? ഇല്ല, എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കുമായിരുന്നു ഞാൻ. ഒത്തിരി ടെൻഷൻ അടിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞതല്ലേ. ഞാനൊരു കാര്യം പറയട്ടെ? എന്താ? നമുക്ക് ദേവൻ കുഞ്ഞിനോട് പറഞ്ഞാലോ? നീ എന്താ സുധേ ഈ പറയുന്നേ? ആ കുഞ്ഞിനെ ഇനിയും ബുദ്ധിമുട്ടിക്കണോ? അതൊന്നും ശരിയാവില്ല. വെറുതെ വേണ്ട, നമ്മുടെ വീടും സ്ഥലവും പണയത്തി വെക്കാം. ദേവകുഞ്ഞാകുമ്പോ ഇച്ചിരി ക്യാഷ് കൂട്ടിച്ചോദിക്കാമല്ലോ. എന്നിട്ട് ഇപ്പോ ഇതെല്ലാം പണയത്തിലാക്കി എന്റെ ഓപ്പറേഷൻ നടത്തിയിട്ട് മോളെയും കൊണ്ട് തെരുവിലേക്ക് ഇറങ്ങണോ? കല്യാണപ്രായമായ കുട്ടിയാ, വെറും കൈയോടെ ഇറക്കി വിടാൻ പറ്റുമോ? പക്ഷേ ഏട്ടൻ എന്തെങ്കിലും പറ്റിയാ പിന്നെ ഞങ്ങൾക്കാരാ? ഇപ്പോൾ ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയേ ഉള്ളൂ. നീ പറഞ്ഞ പോലെ പണയം വെച്ച് നമുക്ക് നല്ലൊരു ബന്ധം നോക്കി നന്ദുവിന്റെ കല്യാണം നടത്താം. എന്നിട്ട് ബാക്കി വരുന്നത് പോലെ അങ്ങ് ചെയ്യാം. അവൾ ഇതിന് സമ്മതിക്കില്ല കൃഷ്ണേട്ടാ. സ്വന്തം അച്ഛൻ ഇങ്ങനെ ഒരു അവസ്ഥയിരിക്കുമ്പോ അവൾ എങ്ങനെ മറ്റൊരു വീട്ടിലേക്ക് സന്തോഷത്തോടെ കയറിപ്പോകും? തൽക്കാലം അവളെ ഇതൊന്നും അറിയിക്കണ്ട. ആദ്യം കല്യാണം. ഞാൻ പറഞ്ഞ എന്റെ കുട്ടി അനുസരിക്കും, എനിക്കത് ഉറപ്പാ. എന്തായാലും നാളെ തന്നെ ആ ബ്രോക്കറി ഒന്ന് കാണണം. നല്ല ആലോചന വന്നാൽ ഉടനെ നടത്താം. ഇല്ലെങ്കിൽ ചിലപ്പോ എനിക്ക് ആ ഭാഗ്യം ഇല്ലാതെ പോയാലോ? കൃഷ്ണേട്ടാ, അങ്ങനെയൊന്നും പറയില്ലേ. ദൈവം കുഞ്ഞേ. ആ അച്ഛനോ? വാ, എന്തു പറ്റി? രാവിലെ തന്നെ ഇരിക്ക്. അത് പിന്നെ ഒരു വഴിക്ക് ഇറങ്ങാനുണ്ടായിരുന്നു. അതിനു മുന്നേ എനിക്ക് കുഞ്ഞിനോടൊന്ന് സംസാരിക്കണം. കുഞ്ഞ് തിരക്കിലാണോ? എന്താ അച്ഛാ, മുഖം കണ്ടിട്ട് എന്തോ പ്രശ്നമുണ്ടല്ലോ, പറ. പ്രശ്നമൊന്നുമില്ല കുഞ്ഞെ. എനിക്ക് കുറച്ച് ക്യാഷ് വേണം. ഞാൻ വീടിന്റെ സ്ഥലത്തിന്റെ പേപ്പർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊരു ഈടായി വെച്ചിട്ട് കുറച്ച് പണം എനിക്ക് തരണം. പേപ്പറൊന്നും വേണ്ട, പണം ഞാൻ തരാം. എന്താ അച്ഛാ കാര്യം? അത് പിന്നെ നന്ദുവിന് നല്ല ആലോചന നോക്കുന്നുണ്ട്. കിട്ടിയ ഉടനെ നടത്തണം. ഇനിയും വൈകിക്കൂടാ. മാരേജോ? കല്യാണോ? അവൾ പഠിക്കുവല്ലേ അച്ഛാ? ഇപ്പോഴേ കല്യാണമൊക്കെ വേണോ? അവൾ സമ്മതിച്ചോ? ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ പറഞ്ഞ എന്റെ കുട്ടി കേൾക്കും. ഇല്ലെങ്കിൽ ചിലപ്പോ. എന്താ അച്ഛാ കാര്യം? ഞാൻ ഇന്നലെ തൊട്ട് ശ്രദ്ധിക്കുന്നതാ നിങ്ങളെ. ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടർ ശരിക്കും എന്താ പറഞ്ഞേ? കുഞ്ഞെ, അത് ഹൃദയത്തിന് ചെറിയൊരു തകരാറ്. ഒരു ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറഞ്ഞ്. വലിയൊരു തുകയാവും. അത്രയും പണം നമ്മുടെ കയ്യിലില്ല. അത് പോട്ടെ. എനിക്ക് എന്റെ കാര്യമല്ല, നന്ദുവിന്റെ കാര്യമാണ് പേടി. അവളൊരു കര പറ്റി കണ്ടിട്ട് വേണം എനിക്ക്. ഓപ്പറേഷൻ നമുക്ക് നടത്താം. ഈ പേപ്പറൊന്നും അതിന് വേണ്ട കേട്ടോ. വെറുതെ പറ്റില്ല കുട്ടി. ഇങ്ങനെ കുഞ്ഞിനെ ചൂഷണം ചെയ്യാനല്ല ഞങ്ങൾ സ്നേഹിച്ചത്. എത്രയാ ഞാനിങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നെ?
ഇവിടെ വന്നേ പിന്നെയാ എനിക്ക് ഒരച്ഛൻ്റെ സ്നേഹവും ഒരമ്മയുടെ വാത്സല്യവും ഒക്കെ കിട്ടിയേ. സത്യം പറഞ്ഞ കൊതി തോന്നിയിട്ടുണ്ട് നിങ്ങളുടെ സ്നേഹം കണ്ടിട്ട്. കൊതി കൊണ്ട് ചോദിക്കുക, തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. എനിക്ക് എന്നെ കൂടി കൂട്ടുവോ ആ കൂട്ടിലേക്ക് സ്ഥിരമായി? എനിക്ക് തന്നേക്കുവോ അവളെ, നിങ്ങളുടെ കിളിക്കുഞ്ഞിനെ? പൊന്നുപോലെ നോക്കിക്കൊള്ളാം ഞാൻ. കുഞ്ഞെ, ഞങ്ങൾക്ക് അതിനുള്ള യോഗ്യതയുണ്ടോ? ഞങ്ങളൊക്കെ സാധാരണക്കാരല്ലേ, ദൈവത്തിന്റെ കാരുണ്യം കൊണ്ട് ഓരോ ദിവസവും കഴിഞ്ഞു പോകുന്നവർ. ഞാനിപ്പോ എന്താ പറയുക? പണമാണോ എല്ലാത്തിന്റെ യോഗ്യത തീരുമാനിക്കുന്നത്? അച്ഛൻ അറിയോ, എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്തവനെ പോലെയാ ഞാൻ വളർന്നത്. അച്ഛനും അമ്മയും ഓടിപ്പോയി കല്യാണം കഴിച്ചതാ. അമ്മ ഏതോ വലിയ തറവാട്ടിലെയാ. അച്ഛൻ ഒരുപാട് സ്വപ്നങ്ങളൊക്കെയുള്ള ഒരു സാധാരണക്കാരൻ. വീട്ടിൽ സമ്മതിക്കില്ലെന്ന് ഉറപ്പായപ്പോൾ രണ്ടുപേരും കൂടെ ബാംഗ്ലൂർ കയറി. അവിടെയാ ഞാൻ ജനിച്ചത്. കൃത്യമായി പറഞ്ഞ അവരൊന്നിച്ച് ജീവിച്ചു തുടങ്ങിയപ്പോ അച്ഛൻ പെട്ടെന്ന് നല്ലൊരു ബിസിനസ്സുകാരനായി വളർന്നു. പക്ഷേ ഒരു ആക്സിഡന്റ്, തീർന്നുവല്ല. അന്ന് എനിക്ക് 3 വയസ്സാ. 1 വർഷം ശരിക്കും അമ്മ കഷ്ടപ്പെട്ടു. അമ്മയുടെ വീട്ടുകാരാണ് ഇതിനൊക്കെ പിന്നിലെന്ന് വിശ്വസിച്ചുകൊണ്ട് നാട്ടിലേക്കും പോയില്ല. ആരുടെ സഹായമില്ലാതെ അച്ഛൻ തുടങ്ങി വെച്ചത് അമ്മ ഏറ്റെടുത്തു. പിന്നെ പെട്ടെന്നായിരുന്നു ഞങ്ങളുടെ ബിസിനസിന്റെ വളർച്ച. അമ്മ തിരക്കുള്ള ഒരു ബിസിനസ് വുമണായി, ഞാൻ ബോർഡിങ്ങിലും. എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരുടെയൊക്കെ വീട്ടിൽ നിന്ന് മാസത്തിൽ 1 or 2 ഒക്കെ കാണാൻ വരുമായിരുന്നു. എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല. അമ്മയ്ക്ക് തിരക്കാ. ഇടയ്ക്ക് ഒരു ഫോൺ കോൾ. അതായിരുന്നു അമ്മയ്ക്കും എനിക്കും ഇടയിലുണ്ടായിരുന്ന ബന്ധം. അങ്ങനെ ഞാനൊരു ഓർഫനായിട്ട് വളർന്നു. കൂടെ കൂടുന്നവരൊക്കെ പണത്തിന് വേണ്ടി. ഞാൻ ആരോടും മിണ്ടാതെയായി. കുഞ്ഞു പ്രായത്തിലെ ഡിപ്രഷൻ. അങ്ങനെ ഒരിക്കൽ ലൈഫ് അങ്ങ് തീർത്താലോ എന്ന് വിചാരിച്ച മൊമെന്റിലാ ഞാൻ ജീവയെ കാണുന്നേ, എൻ്റെ ഒരേ ഒരു ബെസ്റ്റ് ഫ്രണ്ട്. പിന്നെ അവനായിരുന്നു എൻ്റെ ലോകം, അവൻ മാത്രം. ഞാൻ ഡിഗ്രി ചെയ്യുമ്പോഴാ ഞാനൊരു അനാഥനായെ. വീണ്ടും ഒരു ആക്സിഡന്റ്. പക്ഷേ ഇതാരും കരുതിക്കൂടി ചെയ്തതൊന്നും അല്ല കേട്ടോ, വിധി. അമ്മയുടെ ജീവൻ മാത്രം എനിക്ക് ബാക്കി തരണമെന്നേ ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ. അതിനായി ഓടി. ക്യാഷ് ഉള്ളതുകൊണ്ട് അത് സാധിച്ചു. പാരീസിൽ ഒരു VIP ഹോം കെയറിലുണ്ട് എനിക്കൊരമ്മ. ഒന്നും മിണ്ടില്ല, ചിരിക്കില്ല, പറയുന്നതൊക്കെ കേൾക്കും. വല്ലപ്പോഴും എന്തെങ്കിലും പറയും. അങ്ങനെ അന്ന് തുടങ്ങിയതാ എൻ്റെ ബിസിനസ് യാത്ര. അമ്മയുടെ ബിസിനസ് സാമ്രാജ്യം എൻ്റെ തൊഴിലായി. അമ്മയുടെ പിന്നിൽ നിന്ന് ഞാൻ ഈ നിലയിലുമാക്കി. ഇപ്പോൾ MBA ചെയ്യുന്നു. അമ്മയുടെ സാമ്രാജ്യത്തെ തലയിലേറ്റ്. ഇതൊന്നും ജീവയല്ലാതെ മറ്റാർക്കും അറിയില്ല. എല്ലാവരുടെയും കണ്ടിൽ ഞാൻ ഒരു ബിസിനസ് വുമണിന്റെ അഹങ്കാരിയായ മകനാണ്. ആരോടും പറഞ്ഞിട്ടുമില്ല. കാരണം എനിക്ക് സിമ്പതി ഇഷ്ടമല്ല. എല്ലാവരോടും പുച്ഛമായിരുന്നു. കാരണം എൻ്റെ കൂടെ കൂടുന്നവർക്കൊക്കെ എൻ്റെ പണമാണ് വേണ്ടത്, ജീവ ഒഴികെ. അതിൻ്റെ എല്ലാ അഹങ്കാരവും എനിക്കുണ്ടായിരുന്നു ഇവിടെ വരും വരെ. അത്ര നല്ലവനായിട്ടൊന്നുമല്ല ഞാൻ ജീവിച്ചത്. പക്ഷേ ഇപ്പോ ഇതൊക്കെയാ എനിക്കിഷ്ടം. ഇവിടെയാ എനിക്ക് സ്വർഗം. കുഞ്ഞെ, ഞാൻ മോളോട് കൂടി ഒന്ന് ആലോചിച്ചിട്ട് പറയാം. കുഞ്ഞിനോട് ഇഷ്ടക്കുറവൊന്നും ഇല്ല കേട്ടോ. എന്റെ നന്ദുവിന്റെ ഭാഗ്യം. തൽക്കാലം ഇതിവിടെ ഇരിക്കട്ടെ. അതുമാത്രം കുഞ്ഞ് കേൾക്കണം. അച്ഛാ, ഈ കാര്യമൊന്നും ഇപ്പൊ മീരയോട് പറയണ്ട. ഒരു നോർമൽ മാരേജ് പ്രൊപ്പോസൽ ആയിട്ട് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ അവൾ ഇതെന്റെ സിമ്പതിയായിട്ടേ കാണൂ. പിന്നെ അവളുടെ മറുപടി
അത് എന്തു തന്നെയായാലും എന്നോട് നേരിട്ട് പറയാൻ പറയണം. ശരി കുഞ്ഞെ, പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം. അതാ നല്ലത്. അവൾ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ ഒരു തീരുമാനം എടുക്കട്ടെ. ജീവ, ദേവ, എന്താടാ, എന്തു പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്നാടാ മിണ്ടാതെ? എന്നെ ടെൻഷനാക്കല്ലേടാ നീ? ഞാനെല്ലാം പറഞ്ഞടാ. യു മീൻ അമ്മയുടെ കാര്യമാണോ? എല്ലാം ദ പിറ്റി ജേർണി ഓഫ് ദേവാനന്ദ് ഉമ്മ അച്ഛനോട്. അവളെ എനിക്ക് തരുമോന്ന് ചോദിച്ചു. ഇട നാറി, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ മണ്ടത്തരൊന്നും കാണിക്കില്ലേന്ന്. മരിയുടെ കാര്യം നേരത്തെ പറയായിരുന്നില്ലേ? അതല്ലേ പ്രശ്നമായേ. അവൾ എങ്ങനെ അറിഞ്ഞു എന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. നന്നായി. ഇനി അവൾ ഈ മാരേജിന് സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അറിയില്ലടാ. ആദ്യം ഒന്ന് നേരെ പറഞ്ഞു നോക്കൂ. നടന്നില്ലെങ്കിൽ എന്താ വേണ്ടെന്ന് എനിക്കറിയാം. കാര്യം തല്ലുകൂടിത്തരവാ. എന്നാലും കിടപ്പോഷം വെച്ച് ഇനി അതൊക്കെ ഏൽക്കുമെന്നാ തോന്നുന്നേ. എടാ, മണ്ടത്തരം ഒന്നും കാണിക്കല്ലേ. ഞാൻ നാളെ തന്നെ വരാം. ഞാൻ സംസാരിക്കാം അവളോട് നേരിട്ട്. എന്തായാലും നീ വാ, എന്റെ കല്യാണം കൂടണ്ടേ. ദേവാ പ്ലീസ് ജീവ, ഇപ്പോ ഞാനിത് ചെയ്തില്ലെങ്കിൽ ഐ വിൽ ലൂസ് ഹർ. എന്തായാലും കല്യാണം നടക്കും, ഞാനല്ലെങ്കിൽ മറ്റൊരാൾ. എനിക്ക് അവളെ വേണം, എനിക്ക് വേണ്ടി. അതിനുള്ള യോഗ്യത ഇല്ലേടാ എനിക്ക്. ആര് പറഞ്ഞു എന്റെ ദേവിക്ക് അതിനുള്ള യോഗ്യതയില്ലെന്ന്? അവർക്ക് എന്റെ ദേവിയെ അറിയാത്തത് കൊണ്ടല്ലേ. യു ആർ ദ ബെസ്റ്റ്. ഇച്ചിരി തല്ലുകൊള്ളിത്തരമൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. എവിടെ കിട്ടും അവർക്ക് ഇതുപോലൊരു മരുമോനെ? യു ആർ ദ ബെസ്റ്റ്. ഞാനെന്തായാലും നാളെ തന്നെ വരുവാ. തല്ലു വാങ്ങി വെച്ചേക്കല്ലേടാ. ഇല്ല, നീ വാ. നന്ദു, പഠനം എങ്ങനെയായി? തീർന്നച്ചാ, സമയമുണ്ടല്ലോ, ഒന്നുകൂടെ ഒന്ന് നോക്കാന്ന് വെച്ചു. അച്ഛന് കുട്ടിയോട് ഒന്ന് സംസാരിക്കാനുണ്ട്. അച്ഛൻ പറഞ്ഞു. അച്ഛനറിയാം ഇപ്പോ ഒരു കല്യാണമൊന്നും അച്ഛനും വിചാരിച്ചിരുന്നതല്ല. എന്റെ കുട്ടി പഠിച്ച് ഒരു ജോലിയൊക്കെ വാങ്ങിയിട്ട് മതിയെന്നായിരുന്നു അച്ഛനും. പക്ഷേ കല്യാണമൊക്കെ ഒരു യോഗമാ. അത് നടക്കേണ്ട സമയത്ത് നടക്കണം. കുട്ടി ശരിക്കും ആലോചിച്ച് ഒരു മറുപടി ദേവൻകുഞ്ഞിന് നേരിട്ട് കൊടുക്കാനാ പറഞ്ഞേക്കുന്നേ. അച്ഛാ, നമുക്ക് ദേവേട്ടനെ കുറിച്ചൊന്നും അറിയില്ലല്ലോ. ഒന്നും അറിയാതെ എങ്ങനെയാ? എല്ലാം പറഞ്ഞു കുട്ടി. നമ്മളൊക്കെ ഭാഗ്യം ചെയ്തവരാ. പാവം ഈ പ്രായത്തിൽ ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട്. കുട്ടി എന്തായാലും ശരിക്കും ഒന്ന് ആലോചിക്ക്. അച്ഛനും അമ്മയ്ക്കും 100 വട്ടം സമ്മതമാ. ദേവൻകുഞ്ഞാണല്ലോ. കൃഷ്ണ, ഞാൻ എന്ത് തീരുമാനം എടുക്കണ്ടേ? ഞാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോ അടുത്ത നീക്കം കൊണ്ട് വന്നതാണോ? പക്ഷേ കല്യാണമൊക്കെ ഇത്തിരി കൂടിപ്പോയില്ലേ? ഇന്ന് തന്നെ സംസാരിക്കണം. ഈ പുതിയ തീരുമാനത്തിന്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണെന്ന് അറിയണം.
ഐ മിസ്ഡ് യു. എന്താ നിങ്ങളുടെ ഉദ്ദേശം? എനിക്കിഷ്ടല്ലെന്ന് ഞാൻ പറഞ്ഞപ്പോ അടുത്ത പ്ലാനുമായിട്ട് ഇറങ്ങിയതാണോ? ഞാൻ ഇന്നലെ അത്രയൊക്കെ പറഞ്ഞിട്ട് നിനക്ക് ഇതാണോ മനസ്സിലായി? വൗ, വൈ കാണ്ട് യു അണ്ടർസ്റ്റാൻഡ് മീര? എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു ഐ ലവ് യു. പ്ലീസ് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കേ. ഓ ആണോ? എന്നിട്ട് ആരോട് ചോദിച്ചിട്ടാ നമ്മുടെ കല്യാണം നിങ്ങൾ തീരുമാനിച്ചേ? എന്നോട് ചോദിച്ചോ? ഇങ്ങനെയാണോ നിങ്ങൾ സ്നേഹിക്കുന്നേ? നന്ദു, യുവർ മാരേജ് വാസ് നോട്ട് മൈ പ്ലാൻ. സത്യം, നിന്റെ അച്ഛനാ നിനക്ക് മാരേജ് നോക്കുന്നുണ്ടെന്ന് എന്നോട് പറഞ്ഞത്. സോ നിന്നെ ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ എനിക്കിഷ്ടല്ല. ഇപ്പൊ കല്യാണം കഴിക്കാൻ എനിക്ക് പറ്റില്ല. ഐ നോ യു ആർ നോട്ട് പ്രിപ്പയർഡ് ഫോർ ഇറ്റ്. പക്ഷേ ഐ ഡോണ്ട് ഹാവ് ആൻ ഓപ്ഷൻ. നിന്റെ മാരേജ് എന്തായാലും നടക്കും, ഞാനല്ലെങ്കിൽ മറ്റൊരാൾ. അത് നിന്റെ അച്ഛന്റെ തീരുമാനമാ. ആൻഡ് ഐ നോ നീ ഇതിന് നോ പറയില്ല. ആൻഡ് ഐ കാൻ ലൂസ് യു. ഇപ്പോ ഇതേ ഉള്ളൂ എനിക്കൊരു ഓപ്ഷൻ. എന്റെ അച്ഛൻ കണ്ടുപിടിക്കുന്ന ആടെ ഞാൻ കെട്ടിക്കോളാം. അതോർത്ത് നിങ്ങൾ വിഷമിക്കണ്ട. അപ്പോ മര്യാദയുടെ ഭാഷയെ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ലല്ലേ? ഓക്കെ ദെൻ ഐ ഹാവ് വേസ്. മാറ്, എനിക്ക് പോണം. പോയിക്കൂ. എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് മാത്രം ഇവിടെ ഇരിക്കണം. ഞാൻ പറയാതെ അവിടെ നിന്ന് എഴുന്നേറ്റാ. ഇവള് സമ്മതിക്കില്ലല്ലോ. നീ ഈ കല്യാണം വേണ്ടെന്ന് വെച്ചാ ഇത് മതി എനിക്ക് ആൾക്കാരെ വിശ്വസിപ്പിക്കാൻ. സാരമില്ല, ഈ ഒരെണ്ണം ഞാൻ പ്രതീക്ഷിച്ചതാ. നൗ വാട്ട് ഈസ് യുവർ ഡിസിഷൻ? നിങ്ങളെപ്പോലെ ഒരു വൃത്തികെട്ടവനെ കല്യാണം കഴിക്കുന്നതിനേക്കാൾ നല്ലത് ഞാൻ ചാവുന്നതാ. ഇത് വെച്ച് എന്നെ ഭീഷണിപ്പെടുത്താന്ന് വിചാരിച്ചല്ലേ? ഇല്ല, നടക്കില്ല. നിങ്ങൾ എന്തെന്ന് വെച്ചാ ചെയ്. ഞാനുണ്ടെങ്കിലല്ലേ. അങ്ങനെ ജയിച്ചു പോകാൻ ദിസ് ഇസ് ആനന്ദവോമ. സോ പ്ലാൻ എ നടന്നില്ലെങ്കിൽ ഐ ഹാവ് പ്ലാൻ ബി. എന്തായാലും ചാവാൻ പോകുമല്ലേ, അപ്പൊ പിന്നെ ഇതും കൂടി കേട്ടിട്ട് പോക്കോ. ദാ
കണ്ടോ, നിന്റെ വീടിന്റെയും പറമ്പിന്റെയും ആധാരം ഇത് നിന്റെ അച്ഛൻ എനിക്ക് തന്നതാ. എനിക്ക് ഇതിന് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, നിന്റെ മാരേജിനായുള്ള എക്സ്പെൻസ്. നിന്നെ ഞാൻ കെട്ടിയ അത് വേണ്ട. സോ ദ നെക്സ്റ്റ് ഓപ്ഷൻ, നിന്റെ അച്ഛന്റെ ഹാർട്ട് സർജറി. ഐ എം നോട്ട് ജോക്കിംഗ്. ഇത് ഡോക്ടറുടെ ഇൻഫർമേഷൻസ് ആണ്. അമ്മോൻ ചെന്നാൽ വൈകാതെ സർജറി ഡേറ്റ് ഫിക്സ് ചെയ്യും. സോ നൗ ഇറ്റ്സ് യുവർ ഡിസിഷൻ. ചാവണോ അതോ? ഏൽക്കുന്നുണ്ട്. ഏൽക്കാതെ എവിടെ പോകാനാ? ദിസ് ഇസ് ആനന്ദ് ഓമ ഹിയർ. പിന്നെ ഡെസിഷൻ എനിക്ക് ഇപ്പൊ അറിയണം. അത് യെസ് ആയാലും നോ ആയാലും. സോറി മീര, എനിക്ക് നിന്നെ വിട്ടുകളയാൻ പറ്റില്ല. മര്യാദയ്ക്ക് സംസാരിച്ച് നീ ഒരിക്കലും സമ്മതിക്കില്ല. അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ. സോറി. ഞാൻ ഞാൻ സമ്മതിച്ചു. നിക്ക്. ഇങ്ങനെ പോയാ അവരെന്ത് വിചാരിക്കും? പിന്നെ ഹാർട്ട് സർജറിയുടെ കാര്യം നീ അറിഞ്ഞെന്ന് അവരോട് പറയണ്ട. അവർ വിഷമിക്കും. എന്തിനാ എന്റെ മീരയുടെ കൃഷ്ണ എന്നെ ഇങ്ങനെ ക്രൂരനാക്കിയേ? അവളെ ഇഷ്ടപ്പെട്ടതല്ലാതെ എന്ത് തെറ്റാ ഞാൻ ചെയ്തേ? പക്ഷേ ഇപ്പൊ കണ്ടില്ലേ, അവളുടെ മുമ്പിൽ ഒരു ബാസ്റ്റഡ് ആയില്ലേ. കഷ്ടമുണ്ട് കേട്ടോ. എന്തൊക്കെയാ നന്ദു നീ പറയുന്നേ? കല്യാണമോ? ഈ പരീക്ഷയുടെ ഇടയ്ക്ക് എന്തൊക്കെയാ അവിടെ നടക്കുന്നേ? നിന്റെ അച്ഛൻ ഇത് എന്ത് പറ്റി? ഒന്നും അറിയാത്ത വെറും ഒരു മാസം പോലും പരിചയമില്ലാത്ത ഒരാളെ കൊണ്ട് നിന്നെ കെട്ടിക്കുവാണോ? ഒരു കാര്യം ചെയ്, നീ ഇങ്ങ് പോരെ. ഇനി അവിടെ നിക്കണ്ട. കല്യാണം പോലും. ആ ആനന്ദിന്റെ എന്തിന്റെ അസുഖമാ? നിനക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞതല്ലേ? നമുക്ക് കേസ് കൊടുത്താലോ? നീ എന്താ നന്ദൊന്നും മിണ്ടാത്തെ? ഹലോ, ഞാൻ എന്താ പറയാ? അച്ഛന്റെ സർജറി ഞാൻ നോ പറഞ്ഞ അത് നടക്കൂല. വേണ്ടനു. എനിക്കിപ്പോ പ്രത്യേകിച്ച് ഫീലിങ്സ് ഒന്നുമില്ല. ഇനി വരുന്നത് പോലെ വരട്ടെ. ഞാനങ്ങ് വരട്ടെ നന്ദു. അച്ഛനോട് ഞാൻ സംസാരിക്കാം. വേണ്ടന്നു, എക്സാം അല്ലേ. നീ ടെൻഷൻ ആവാതെ ഇരുന്ന് പഠിക്ക്. എന്റെ കാര്യം ഇനി എങ്ങനെയാന്ന് എനിക്ക് തന്നെ ഒരു നിശ്ചയമില്ല. ഞാൻ പൊരുതി മടുത്തു. ദേവാനന്ദ വർമ്മയോട് മത്സരിക്കാൻ ഞാൻ ആരാ? ഇനിയെല്ലാം കൃഷ്ണന്റെ കയ്യിലാ ഞാൻ കൊടുത്തിരിക്കുന്നേ. എന്നെ കാക്കട്ടെ. ഉള്ള സമാധാനം കൂടി പോയല്ലോ. എന്താ ചെയ്യാ? അവളെ ഇങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. ഒരു കാര്യം ചെയ്യാം. ജീവബ്രോയെ വിളിച്ചു നോക്കാം. ജീവബ്രോ പ്രതികരിക്കാതിരിക്കില്ല. ഇതിപ്പോ ആകെ കൂടി ടെൻഷനായല്ലോ. എന്റെ കർത്താവേ, ഇതിലിപ്പോ ഞാൻ ഏതാ വിശ്വസിക്കുക?
ചേട്ടായി, ചേട്ടായി എപ്പോ വന്നു? ആഹാ, അമ്മയുടെ നന്ദു എഴുന്നേറ്റില്ലെന്ന് ഞാനിപ്പോ ചോദിച്ചതേ ഉള്ളൂ. കണ്ടിട്ട് ഇന്നലെ ഉറങ്ങിയ ലക്ഷണം ഇല്ലല്ലോ. എല്ലാം പെട്ടെന്നായി പോയില്ലേ കുഞ്ഞെ, അതിന്റെ ഒരു വിഷമം അവൾക്ക്. പിന്നെ ദേവൻ കുഞ്ഞാണല്ലോ, അത് എനിക്കൊരു സമാധാനമാ. ഇവിടെ തന്നെ കാണുമല്ലോ എന്റെ കുട്ടി. ഈ വിഷമം മാറ്റാനല്ലേ ഞാനിങ്ങ് ഓടി വന്നത്. സുധമ്മ കാപ്പിയൊക്കെ ആക്കുമ്പോഴേക്കും ഞങ്ങളൊന്ന് നടന്നിട്ട് വരാം. വാ നന്ദു. ശരി കുഞ്ഞെ. വാ. നന്ദുവിന്റെ വീടും സ്ഥലവും ഒക്കെ കാണാൻ നല്ല ഭംഗിയാണല്ലോ. വെറുതെ അല്ല അവൻ ഇവിടെ തന്നെ കൂടിയത്. നന്ദു, എനിക്കറിയാം ഈ മനസ്സിൽ ഇപ്പോൾ നടക്കുന്ന സംഘർഷങ്ങളെല്ലാം. അത് കുറയ്ക്കാനാ ഞാനിങ്ങ് നേരത്തെ പോന്നത്. എനിക്ക് നന്ദുവിനോട് ഒരു കഥ പറയാനുണ്ട്. ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കാൻ യോഗമില്ലാതെ വളർന്ന ഒരു കൊച്ചു പയ്യന്റെ കഥ. സാക്ഷാൽ ദേവാനന്ദ അമ്മയുടെ കഥ. ഞാനിപ്പോ എന്താ ചെയ്യാ കൃഷ്ണ? ഇതൊക്കെ കേട്ടപ്പോ ഒരിക്കൽ ഞാൻ വിശ്വസിക്കാൻ തയ്യാറായതാ. പക്ഷെ ആ ബെറ്റ് ഇത്രയൊക്കെ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എങ്ങനെയാ ഒരു പരിചയമില്ലാത്ത ഒരു കുടുംബത്തെ ഇങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നേ? അത് ഞാൻ കാരണമാണോ? എനിക്കറിയാം, കല്യാണം കുറച്ച് പെട്ടെന്നായിപ്പോയി. നിന്നെ എന്നു മുതൽ ആനന്ദ് സ്നേഹിച്ചു തുടങ്ങിയോ അന്നു മുതൽ നീ ഒഫീഷ്യലി എന്റെ അനീതിക്കുട്ടിയാ. ആ ബോധ്യത്തിൽ ഈ ചേട്ടായി ഒരു കാര്യത്തിൽ ഉറപ്പു തരാം. ഇത് നന്ദുവിന്റെ ലൈഫിൽ ഏറ്റവും നല്ല തീരുമാനമാകും. കാരണം ഈ മീരയെ കണ്ടതും ഇഷ്ടപ്പെട്ടതും ആനന്ദ് വർമ്മയാണെങ്കിലും സ്നേഹിച്ചു തുടങ്ങിയത് ദേവാനന്ദാണ്. ദേവാനന്ദിനെ ആർക്കും അറിയില്ല, എനിക്കല്ലാതെ. ഇപ്പോൾ കുറച്ചൊക്കെ നന്ദുവിന്റെ അച്ഛനും അറിയാം. നീ ഇത് അറിഞ്ഞതായി വെക്കണ്ട. ഒരു ദിവസം അവൻ തന്നെ എല്ലാം പറയും. പിന്നെ തല്ലുപുള്ളിത്തരം ഉണ്ടോന്ന് ചോദിച്ചാ കുറച്ച് കൂടുതലുണ്ടവന്. പക്ഷേ ഇനി നമുക്കൊരു കയറിട്ട് പിടിക്കാന്നേ, ഞാനും ഉണ്ട് കൂടെ. പിന്നെ എനിക്കറിയാം നന്ദുവിനോട് അവൻ ചെയ്തതൊക്കെ കുറച്ച് കൂടുതലാണെന്ന്. പെട്ടെന്ന് ക്ഷമിക്കണ്ട, ഇച്ചിരി ചുറ്റിച്ചോ. അവന് കുറച്ചാവശ്യമാ. പക്ഷേ വേർക്കരുത്. ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാ മതി.
ഇനി നമുക്ക് തിരിച്ചു പോകാം. സുധമ കാപ്പിയുമായി കാത്തിരിക്കുന്നുണ്ടാവും. ഉം. എന്തോ മനസ്സൊന്ന് കനം കുറഞ്ഞതുപോലെ ചെറിയൊരു ആശ്വാസം. കൃഷ്ണ, എല്ലാം എല്ലാം നല്ലതിനായിരിക്കണേ. ആഹാ, തമ്പുരാൻ എഴുന്നേറ്റോ? ഹാ പിന്നെ, അല്ല, നിങ്ങൾ എവിടെ പോയതാ? നന്ദുവിന്റെ വീടും നാടും ഒക്കെ ഒന്ന് ചുറ്റി കാണാൻ. ഓ, എന്നിട്ട് എങ്ങനെയുണ്ട്? പറയാനുണ്ടോ? അടിപൊളി. അച്ഛൻ എവിടെ അമ്മേ? അച്ഛനാ ജോത്സ്യരുടെ അടുത്ത് വരെ പോയതാ കുട്ടി, ഡേറ്റ് നോക്കാൻ. ഓ കൃഷ്ണ, എല്ലാം നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. കൃഷ്ണ, ഇപ്പോ എന്റെ കല്യാണം നടക്കാൻ പോവാ. അറിയില്ല എന്താ എന്താ പ്രാർത്ഥിക്കേണ്ടതെന്ന്. എല്ലാം എല്ലാം നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ.
എന്റെ നന്ദു സുന്ദരിയായിട്ടുണ്ടല്ലോ. അന്നു, എന്നോട് ജീവബ്രോ എല്ലാം പറഞ്ഞു. ഒന്നും പേടിക്കണ്ട, എല്ലാം നല്ലതിനാ. എന്നാ ഞാൻ കുറച്ചു നേരം കിടക്കട്ടെ. ഇന്നലെ ടെൻഷൻ കാരണം ഉറക്കം വന്നില്ല. ഉറങ്ങിക്കും. അല്ലേലും ഇന്നിനി രാത്രി ഉറക്കമൊന്നും നടക്കാൻ ചാൻസ് ഇല്ല. അയ്യോ, അതല്ല, ഇത്രയും നാളും ശത്രുവിനെ പോലെ കണ്ട ഒരാളുടെ കൂടെ, അതുകൊണ്ട് പറഞ്ഞതാ. എന്തായാലും നീ റെസ്റ്റ് എടുക്ക്. എനിക്കെന്തോ കല്യാണം മിസ് ചെയ്തതിൽ ഭയങ്കര സങ്കടം. സാരമില്ല, എല്ലാം നല്ലതിനായല്ലോ. കർത്താവിന് സ്തുതി. ശരി, എന്നാ ഞാൻ വെക്കുവാ. നന്ദു, എഴുന്നേറ്റേ, സമയം 5 കൃഷ്ണ, ഇത്രയും നേരം ഞാൻ ഉറങ്ങിയോ? 5 മണി. കുട്ടി, ഈ ചായ അവർക്ക് കൊണ്ടുപോയി കൊടുക്ക്. അമ്മ ഇപ്പൊ വരാം. ആഹാ, എണീറ്റോ? വാ, ഇവിടെ ഇരിക്കെ. Mrs. Meera Devanand. Finally. ഇനി പഴയ പോലെ നടന്നാ പോരാ രണ്ടാളും. പ്രത്യേകിച്ച് ദേവ, നീ ഇപ്പോ നിന്റെ എല്ലാ കാര്യങ്ങളിലും ഇടപെടാനും ചോദ്യം ചെയ്യാനും ഒരു അവകാശമുണ്ട്. നീ ഒത്തിരി നാളുകൊണ്ട് ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് സ്വന്തമായി ഒരാൾ. അതുകൊണ്ട് ഇനി തല്ലുകൊടുത്തരമൊക്കെ കുറയ്ക്കണം. അതിന് ഞങ്ങൾ ഒറ്റക്കെട്ടാം, അല്ലേ നന്ദു? ഓ, ആയിക്കോട്ടെ, കണ്ടാ മതി. ആഹാ, ഇനിയിപ്പോ ഞാൻ ഉപദേശമൊന്നും തരണ്ടല്ലോ. ജീവകുഞ്ഞെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ. ഇതൊന്നും വേണ്ടമ്മേ. അടങ്ങി നിൽക്കു കുട്ടി, ഇതൊക്കെ ഒരു ആചാരമാണ്. പിടിക്ക് അമ്മ, പിടിക്ക് കുട്ടി. എനിക്കറിയാം, വിവാഹം അത് കുറച്ച് നേരത്തെ ആയിപ്പോയിന്ന്. പക്ഷെ നമ്മുടെ ദൈവം കുഞ്ഞല്ലേ, കുഞ്ഞിനെല്ലാം അറിയാം. അതുകൊണ്ട് ഈ അമ്മയ്ക്ക് ഒരാദ്യവും ഇല്ല. കാരണം ദൈവം കുഞ്ഞിന്റെ നന്ദുവിനെ പൊന്നുപോലെ നോക്കും, അത് ഈ അമ്മയ്ക്ക് ഉറപ്പാ. അതുകൊണ്ട് ആ കുഞ്ഞിനെ ഇനിയും വിഷമിപ്പിക്കരുത്. എല്ലാം ഒന്ന് ഉൾക്കൊള്ളാൻ കുറച്ച് സമയം വേണ്ടി വരും. അതിപ്പോ കുട്ടിക്ക് മാത്രമല്ല, ദൈവം കുഞ്ഞിനും. അപ്പോ രണ്ടുപേരും
കുറച്ച് സമയമൊക്കെ എടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഇപ്പോ കുട്ടിക്കൊരു അവകാശമുണ്ട്. കുഞ്ഞിന് കുട്ടിയിൽ അവകാശങ്ങളും. അതുകൊണ്ട് ഒത്തിരി ധൃതി കാണിക്കണം നമ്മ പറയുന്നില്ല. കുറച്ച് പതിയെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയാൽ മതി. പക്ഷേ അവഗണിക്കരുത്, കടമകൾ മറക്കുകയും ചെയ്യരുത്. ചെല്ല്. കൃഷ്ണ, കയ്യും കാലം വരച്ചിട്ട് പാടില്ല. ഇറങ്ങി ഓടിയാലോ? എങ്ങോട്ടോടാൻ? ഓ, Wow. ദേവാ, കൺട്രോൾ. ബ്യൂട്ടിഫുൾ. ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാ ചിലപ്പോ കുറഞ്ഞു പോകും. യു ലുക്ക് സ്റ്റണിങ്. ഈ സൗന്ദര്യം കൂട്ടാൻ വേറെ ആഭരണങ്ങളുടെ ആവശ്യമൊന്നുമില്ല. ഈ ഒരു മാല, ഇത് മാത്രം മതി. യു വിൽ ലുക്ക് സ്റ്റണിങ്. കൃഷ്ണ, തിരിഞ്ഞോടിയാലോ? വേണ്ട, നാണം കെടും. ചങ്കിപ്പ് പൊട്ടിപ്പോകുന്നാ തോന്നുന്നു. I can literally hear that. And welcome, Miss Meera Krishnan. No, Mrs. Meera Devanand. നന്ദു നൈറ്റ് പാല് കുടിക്കോ? ഇല്ല. സിറ്റ് ഹിയർ. എനിക്ക് കുറേ സംസാരിക്കാനുണ്ട്. മീര, എനിക്ക് എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം, ഒരു ഐഡിയ ഇല്ല. എന്നാലും കുറേ സംസാരിക്കാനുണ്ട്. എനിക്കറിയാം നമ്മുടെ ഇടയിൽ ഒന്നും സാധാരണമായിരുന്നില്ല തുടക്കം മുതൽക്കേ. അതുകൊണ്ട് എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഓപ്പൺ ഇറ്റ് പ്ലീസ്. മോതിരോ? എന്റെ ഭാര്യയ്ക്കുള്ള എന്റെ ആദ്യത്തെ സമ്മാനം. എനിക്കറിയാം ഇപ്പോ നിനക്ക് ഇതിനോട് വലിയ അറ്റാച്ച്മെന്റ് ഒന്നും തോന്നില്ല. പക്ഷേ ഒരു നാൾ ഉറപ്പായും തോന്നും. അന്ന് നീ എന്നോട് പറയും ഈ മോതിരം എന്റെ ജീവനാണെന്ന്. അതെ, ഇത് ഉത്സവക്കടയിൽ നിന്ന് വാങ്ങിയതല്ല കേട്ടോ. ദി യെല്ലോ സഫയർ ആണ്. ആരെങ്കിലും ചോദിച്ചാ ഊരിക്കൊടുത്തേക്കല്ലേ. ഇനി അടുത്ത ബുക്സ്. സോറി, എനിക്കറിയാം നിനക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഞാൻ ചെയ്തതെന്ന്. ഐ വാണ്ട് യു ടു ഫോർഗിവ് മീ. അതിനാ ഈ പെൻഡ്രൈവ് ഇതാ. സത്യമായിട്ടും വേറെ ഒരു കോപ്പി പോലും എന്റെ കയ്യിലില്ല. നാളെ ഞാൻ ലാപ്ടോപ്പ് കാണിച്ചു തരാം. അത് എന്താന്ന് വെച്ചാ നീ ചെയ്തോ. സോറി, റിയലി സോറി. ഇനി ഒന്നുകൂടി ഉണ്ട്. ഇതാ.
ഇത് അച്ഛന്റെ സർജറിക്കായുള്ള എമൗണ്ട് അടച്ചതാ. ഇത് ഞാൻ അന്നേ ചെയ്തിരുന്നു. പിന്നെ നിന്നെ കൊണ്ട് സമ്മതിപ്പിക്കാൻ വേറൊരു വഴിയും ഇല്ലായിരുന്നു. അതുകൊണ്ടാ അന്ന് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. എനിക്കറിയാം നന്ദു, പക്ഷേ നിന്നെ എനിക്ക് നഷ്ടപ്പെടുത്താൻ വയ്യായിരുന്നു. ആ വെറുപ്പ് അത് മാറ്റാൻ എന്റെ ഈ ജീവിതം മുഴുവൻ നിന്റെ മുമ്പിലുണ്ടല്ലോ. നീ കരുതുന്ന പോലെ നിന്നെ നേടാനുള്ള ഉപകരണമൊന്നുമല്ല അവർ എനിക്ക്. അവരുടെ സ്നേഹമാ എന്നെ നിന്നിലേക്ക് അടുപ്പിച്ചത്. അല്ലാതെ എനിക്ക് അവര് കഴിഞ്ഞിട്ടേ ഉള്ളൂ. നീ കേട്ടോ? എന്നെ ഇങ്ങനെ ഇഷ്ടപ്പെടാൻ മാത്രം ഞാൻ ഒന്നുമല്ല. ഞാൻ ഒത്തിരി വേദനിപ്പിച്ചിട്ടേ ഉള്ളൂ. എന്തിനാ എന്നെ ഇങ്ങനെ ഇഷ്ടപ്പെടുന്നേ? എനിക്കൊന്നും വേണ്ട, നിന്നെ മാത്രം മതി. അറിയില്ല എന്തു, ഞാൻ നിന്റെ കല്യാണം നടത്താൻ പോവുകയാണെന്ന് അറിഞ്ഞപ്പോ സത്യം പറയാലോ എനിക്കൊക്കെ വട്ട് പിടിച്ചു പോയി. എന്താ ചെയ്യണ്ടേ, എങ്ങനെ ഇതൊന്ന് നിർത്തണ്ടേ? പിന്നീട് ആലോചിച്ചപ്പോ അച്ഛനോട് സത്യം പറയാമെന്ന് തോന്നി. അങ്ങനെ അച്ഛനോടുള്ളതൊക്കെ പറഞ്ഞു. പിന്നെ ഫൈനൽ ഡിസിഷൻ നിന്റെയാണല്ലോ. അതെനിക്കറിയായിരുന്നു നീ നോയെ പറയുള്ളൂന്ന്. പിന്നെ നിന്നെ നേടാൻ വേണ്ടി കാട്ടിക്കൂട്ടിയതാ ബാക്കി നടന്നതൊക്കെ. എല്ലാത്തിനും സോറി. അതെ, ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ആണ്. ഇങ്ങനെ കരഞ്ഞു പിഴിഞ്ഞ് കളയണോ? അത് ആഹാ, ഈ മുഖത്ത് നാണമൊക്കെ വരുമോ? ഞാനൊരു ബാലൻ കെ നായർ ആകേണ്ടി വരുമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. ഇനിയിപ്പോ ഏതായാലും അതൊന്നും വേണ്ടെന്ന് തോന്നുന്നു. തീരെ ഒരു കിസ് ആവാല്ലേ?